സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വീടുകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ നവീകരിച്ച കരാൾ തെരു മഹാഗണപതി ക്ഷേത്രക്കുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുന്നതിൽ തലശ്ശേരി മണ്ഡലം ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ മുന്നേറി. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വാട്ടർ അതോറിറ്റി നൽകി വരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ 44 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. വീടുകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ വാട്ടർ അതോറിറ്റി കൊടുത്തിരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമായിരുന്നു. അത് 60 വർഷക്കാലം കൊണ്ട് കൊടുത്തതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ 17 ലക്ഷത്തിൽ നിന്ന് 44 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു. 70,80,000 കുടുംബമാണ് കേരളത്തിലുള്ളത്. നഗരസഭ കൂടാതെ പഞ്ചായത്ത് മാത്രമാണ് പറയുന്നത്. ആ 70,80,000 കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിനുള്ള പദ്ധതികളെല്ലാം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ചരിത്രപരമായ ഒരു നിയോഗമാണ് ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുന്നത്. ട്രീറ്റ് ചെയ്ത വെള്ളം പൈപ്പുകളിൽ എത്തിച്ച് വീട്ടിലെത്തിക്കുക. ആ ദൗത്യ പൂർത്തീകരണത്തിന് തലശ്ശേരി നിയമസഭാ മണ്ഡലം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യമായ തുക പൂർണ്ണമായും കൊടുക്കാൻ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്ന സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തുക മേടിച്ചെടുത്ത ഒരു വ്യക്തിയാണ് തലശ്ശേരിയുടെ MLA പ്രിയപ്പെട്ട ശ്രീ ശംഷീർ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഈ സമയം ഉപയോഗിക്കുക. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷനായി. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി എന്നിവർ മുഖ്യാതിഥികളായി. നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വന്ത് ബാബുവിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ P. ശ്രീദേവി, MI സർക്കിൾ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ, ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു മോഹൻ, തലശ്ശേരി നഗരസഭാ കൗൺസിലർമാരായ P. മനോഹരൻ, KV വിജേഷ്, A. സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. 65 ലക്ഷം രൂപയാണ് കാരാൽ തെരു മഹാഗണപതി ക്ഷേത്രക്കുളം നവീകരണത്തിനായി അനുവദിച്ചത്. 9 ലക്ഷം ലിറ്റർ ജലം സംഭരിച്ചു വയ്ക്കാവുന്ന രീതിയിലാണ് കുളം നിർമ്മിച്ചത്. സംഭരിക്കുന്ന ജലം കൃഷി ആവശ്യങ്ങൾക്കും പൊതുജനാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.